ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് ഞങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂർ പോയ വീഡിയോ ആണ്. പക്ഷേ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് ജൂലൈയിലാണ്. കുറച്ചൊന്നുമല്ല, കുറച്ചേറെ ലേറ്റായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവളെ പരിചയപ്പെടുത്തണം. ഇവളെ ദിയയാണ്. ഞങ്ങൾ 12th തൊട്ട് ഒരുമിച്ച് പഠിക്കുകയാണ്. ഡിഗ്രിക്ക് വെച്ചാണ് ഞങ്ങളിപ്പോൾ കാണാൻ പോകുന്ന ആളെ പരിചയപ്പെട്ട് കട്ട ഫ്രണ്ട്സായത്. അപ്പോൾ ഞങ്ങൾ 3:30 ട്രെയിനാണ് കയറിയത്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് കയറി. അപ്പോൾ അവർക്ക് ഇട്ടിട്ട് അപ്പർ ബെർത്തും എനിക്ക് ഇട്ടിട്ട് അപ്പുറത്തെ സൈഡിലെ മിഡിൽ ബെർത്തും ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും കിടക്കാൻ സമയമാകാത്തതുകൊണ്ട് ഞങ്ങൾ അപ്പർ കയറിയിട്ട് കാല് നീട്ടി വെച്ചാണ് ഇരുന്നത്. ഭയങ്കര പാടായിരുന്നു. പിന്നെ കുറച്ച് സമയം ഒരു 7 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ കൊണ്ടുവന്ന ചപ്പാത്തിയും പിന്നെ അവളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതാണ്. അപ്പോൾ ആളുടെ അമ്മ ഉണ്ടാക്കി കൊടുത്തു വിട്ട ചെമ്മീൻ അച്ചാറും കൂട്ടിയാണ് ഞങ്ങൾ കഴിച്ചത്. പിറ്റേ ദിവസം രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ബാംഗ്ലൂർ എത്തി. അവൾ നമുക്ക് റൂട്ടൊക്കെ പറഞ്ഞു തന്നു. നമുക്ക് ആദ്യമായിട്ട് ചെല്ലുന്നതുകൊണ്ട് ഒരു പിടുത്തമില്ലായിരുന്നു. അങ്ങനെ അവൾ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ഹുളിമാറിലേക്കുള്ള ബസ് കയറി. അറിയാത്ത സ്ഥലമായതുകൊണ്ട് ഞങ്ങൾ ഓൾറെഡി കണ്ടക്ടർ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹുളിമാവ് എത്തുമ്പോൾ ഒന്ന് പറയണമെന്ന്. അപ്പം നമ്മൾ സ്പോട്ടിൽ ഇറങ്ങി. എന്നിട്ട് അവൾ പറഞ്ഞ ലൊക്കേഷൻ അനുസരിച്ചുള്ള സ്ഥലം തപ്പി നടക്കുകയാണ്. അവളുടെ ഹോസ്റ്റൽ തപ്പി നടക്കുകയാണ് ഞങ്ങൾ. അങ്ങനെ നമ്മൾ റോഡ് ക്രോസ് ചെയ്തപ്പോഴത്തേക്ക് അവൾ വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ 3 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ റീയൂണൈറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അവളുടെ ഹോസ്റ്റലിൽ കയറി ബാഗൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നു ഫ്രഷായിട്ട്. ഹോട്ടലിൻ്റെ പേര് ഉടുപ്പി ഹോട്ടൽ അങ്ങനെ എന്തോ ആയിരുന്നു. അവിടുത്തെ ഫുഡ് സൂപ്പറായിരുന്നു. പ്രത്യേകിച്ച് ചട്നി സൂപ്പറായിരുന്നു പുതിനയുടെ. പിന്നെ ഞങ്ങൾ റൂമിൽ വന്ന് റെഡിയായിട്ട് ബാംഗ്ലൂർ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അങ്ങോട്ട് വെച്ചാൽ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. ഷോപ്പിങ്ങും പിന്നെ അവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് കഴിക്കലുമാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഷോപ്പിങ്ങിൻ്റെ ഇടയ്ക്കാണ് ഈ കട കാണുന്നതല്ല അവിടുത്തെ ആൾക്കാർ നമ്മളെ വിളിച്ച് കയറ്റുന്നതാണ് അങ്ങോട്ടേക്ക്. അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ബ്രൈഡൽ ലെഹങ്കാസും ബ്രൈഡൽ ഡ്രസ്സും ഒക്കെ നല്ല അഫോർഡബിൾ റേറ്റിന് കിട്ടുന്നൊരു കടയാണത്. ഈ ലെഹങ്കയൊക്കെ ആണെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതിലൊരു 35,000 ഒക്കെ മിനിമം ആകും. പക്ഷേ അവിടെ നമ്മൾ ചോദിച്ചപ്പോഴത്തേക്കും അവർ 12,000 ഒക്കെയാണ് പറയുന്നത്. പക്ഷെ നമുക്കെങ്ങനെ ആയാലും ഒന്ന് ബാർഗെയിൻ ചെയ്ത് നമുക്ക് അതൊരു 7,000 അല്ലെങ്കിൽ 8,000 ഒക്കെ വാങ്ങിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു അപ്കമിങ് ബ്രൈഡ് ആയതുകൊണ്ട് ഞങ്ങൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. ഒരു 1 ടൈം യൂസിന് വേണ്ടിയിട്ട് 30K ഒക്കെ മുടക്കാൻ താല്പര്യമില്ലാത്ത എന്നെ പോലുള്ളവർക്കൊക്കെ പറ്റിയൊരു പ്ലേസാണിത് നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ടെന്ന് വെച്ചാൽ ഗൗൺസിനായാലും കളക്ഷൻസ് ഉണ്ടായിരുന്നു. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞായിരുന്നു. അവളങ്ങനെ ഇതൊക്കെ ട്രൈ ഔട്ട് ചെയ്തായിരുന്നു.
അങ്ങനെ അന്നത്തെ ദിവസത്തെ കറക്കം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചവളുടെ ഹോസ്റ്റലിൽ വന്നപ്പോഴാണ് അവളുടെ ഹോസ്റ്റലിലെ വാതിൽക്ക് തന്നെ നല്ല അടിപൊളി മോമോസ് കിട്ടുമെന്ന് പറഞ്ഞ് നമ്മളത് ട്രൈ ചെയ്തു. സൂപ്പറായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ റൂമിൽ വന്ന് ഫ്രഷ് ആയിട്ട് വീണ്ടും നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങുകയാണ്. അവളുടെ ഹോസ്റ്റലിൻ്റെ അടുത്തൊരു മോൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്കും അവിടേക്കും കയറി. പിന്നെ ഞങ്ങളൊരു കഫേ കയറി പിസ്സ കഴിച്ചു. അങ്ങനെ അന്നത്തെ ദിവസം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പിറ്റേ ദിവസം നമ്മൾ വീണ്ടും ഇറങ്ങുകയാണ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടും മറ്റും. എനിക്കൊരു ബ്ലാക്ക് ജീൻസ് വേണമായിരുന്നു. അപ്പോൾ നമ്മൾ കയറിയ കടയിലൊക്കെ ഒരു 650-700 റേഞ്ചിലാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മൾ ബാർഗെയിൻ ചെയ്ത് അതൊരു 400-450 റേഞ്ചിലൊക്കെയാണ് വാങ്ങിച്ചത്. പിന്നെ നമ്മളിവിടുത്തെ ഫേമസ് ചാറ്റൊക്കെ ട്രൈ ചെയ്യുകയാണ്. അതൊക്കെ നൈസായിരുന്നു. അങ്ങനെ അധികം പ്ലാനിങ് ഒന്നും ഇല്ലാത്ത നമ്മുടെ 2 ദിവസമുള്ള ബാംഗ്ലൂർ ട്രിപ്പ് കഴിയാറാണ്. ഞങ്ങൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് റൂമിൽ വന്ന് ഫ്രഷായി തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ബുക്ക് ചെയ്ത് വെയിറ്റിംഗ് ലിസ്റ്റിലായതുകൊണ്ട് നമ്മൾ സിറ്റിങ്ങിലിരുന്നാണ് വന്നത്. നല്ല തിരക്കായിരുന്നു. ഒരുപാട് പേര് അടുങ്ങിയിരുന്നാണ് വന്നത്. അങ്ങനെ ഒരുവിധം നമ്മൾ നാട്ടിലെത്തി. പക്ഷേ നല്ലൊരു ട്രിപ്പായിരുന്നു. കാരണം നമ്മൾ പ്ലാനിങ് ഒന്നും ഇല്ലാണ്ട് പെട്ടെന്നൊരു തീരുമാനം എടുക്കുന്നു, പോയിട്ട് വരുന്നു. അത് വല്ലാത്തൊരു വൈബ് തന്നെയാണ്. പിന്നെ ഞങ്ങളത്തെ വർഷത്തിനിപ്പുറം കാണുന്നു. പക്ഷെ നമ്മളിപ്പം ഒരുപാട് നാളുകൾക്ക് ശേഷം കാണുന്നതാണെങ്കിലും ആ വൈബ് സ്റ്റിൽ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരു അടിപൊളി വീഡിയോ ആശംസിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോ കാണാം.